ഹലോ ഗായ്സ്, കൈ കിട്ടിയ കുറച്ച് പച്ചമാങ്ങയൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് നന്നായിട്ട് ഭദ്രമായി അടച്ചുമൂടി ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. എല്ലാവരും അല്ല, ഞാനും കൊച്ചും കൂടെ പോകാൻ വേണ്ടി റെഡി. എങ്ങോട്ടാണെന്നല്ലേ? അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സമയം 12 മണിയായിട്ടുണ്ട്. സൂര്യൻ ഉച്ചസ്ഥായിലെത്തിയതുകൊണ്ട് തന്നെ നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്, നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. കോവിലിലെ ക്യൂ കണ്ടപ്പോഴത്തേക്കും തന്നെ കണ്ണ് തള്ളി അന്താളിച്ചെങ്കിലും ഞാനവിടെ ക്യൂവിൽ ചെന്ന് നിൽക്കാതെ ഇവിടെ സമാധാനത്തിന് ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെന്നാൽ ഫ്രണ്ടിൽ പോയി നമുക്ക് ആദ്യം തന്നെ അവർ ഫുഡ് തരും. കുഞ്ഞുങ്ങളെയും കൊണ്ട് ക്യൂ നിൽക്കേണ്ട. അതുകൊണ്ട് സമയമാകാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പയ്യെ റിലാക്സ് ചെയ്തിട്ടാണ് ചോറൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. ചോറ്, സാമ്പാർ, അച്ചാർ, തോരനും അവിയലും കിഴങ്ങ് കറിയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് ചോറ് വേണമെങ്കിൽ രണ്ടാമത് ചോറും പുളിശ്ശേരിയാണ് ഉള്ളത്. ഞാനും കൊച്ചും കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വാങ്ങിക്കാറുണ്ട്. പിന്നെ ആ കൂട്ടാനിരിക്കുന്ന ഇതിലിരിക്കുന്നതാണ് പായസം. നല്ല ഗോതമ്പ് പായസമായിരുന്നു, സൂപ്പർ ടേസ്റ്റുമായിരുന്നു. പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചപ്പോഴത്തേക്കും കൊച്ചിനെയും കുടയും കൂടെ ഞാൻ ഒന്നിച്ച് തന്നെ ചുമക്കേണ്ടി വന്നു. ചൂടും വേർപ്പും കൊണ്ട് നെറ്റിയിലിരുന്ന പൊട്ട് വരെ ഒഴുകി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഉച്ചയ്ക്കായിരുന്നാലും വെയിലായിരുന്നാലും കോലിപ്പോയി അന്നദാനം കഴിക്കുന്നതൊരു സുഖമല്ലേ, മനസ്സിനൊരു സന്തോഷം സമാധാനമല്ലേ. അങ്ങനെ എത്താറായപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഞാൻ തലയിൽ തുണി ഇട്ടിട്ട് എൻ്റെ കുടയും പിടിച്ചുകൊണ്ട് അവൾ ബാക്കിൽ നിന്ന് നടന്നു വരുമായിരുന്നു. എത്താറായപ്പോഴത്തേക്കും വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു ഒരു കുപ്പി തണുത്തുള്ളിടത്ത് മുഖത്തിങ്ങനെ ഒഴിച്ചതിന് ശേഷം നേരത്തെ അടിച്ചു വെച്ചിട്ട് പോയി ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോൾ ഉള്ളൊരു സമാധാനം ഉണ്ടല്ലോ, ഒരു സുഖം ഉണ്ടല്ലോ. അതിനുവേണ്ടി അത് മുൻകൂട്ടി കണ്ടാണ് ആദ്യമേ ഫ്രിഡ്ജിൽ ജ്യൂസ് അടിച്ച് തണുക്കാൻ വെച്ചിട്ട് പോയത്. എന്നാൽ പിന്നെ അത്രയുള്ള ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.